ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇതാണ് മാങ്ങ പെരട്ട് എന്ന് പറയും. പിന്നെ ചില നാട്ടിൽ വേറെ എന്തോ പേര് പറയും. തുറമാങ്ങൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് അതിന് വരും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കാലം മാങ്ങാക്കാലം കഴിഞ്ഞാലും നമുക്ക് കൊല്ലങ്ങളോളം നമുക്ക് ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് മാങ്ങ പറിച്ചെടുക്കുന്നതാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കേട്ടോ. പിന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള അവിടെയും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മാങ്ങ പറിച്ചുകൊണ്ടൊന്ന് കഴുകി തുടച്ച് വെച്ചതാണിത്. അതിനുശേഷം ഒരപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ച് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇല, വാഴൻ്റെ ഇല നിരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വലിയ കഷ്ണാക്കിയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക മാങ്ങ കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റാണ് ഇതിനൊരു വേവ് വേണ്ടു. അധികം വെന്ത് പോയാൽ നമുക്ക് മാങ്ങേൻ്റെ ഇതെല്ലാം പോവും, പിന്നെ തോല് മാത്രമേ കിട്ടൂ. അതുകൊണ്ട് പിന്നെ ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ മാങ്ങ എല്ലാം മുറിച്ചിട്ട് കഴിഞ്ഞ് ഇനി ഇതിൻ്റെ അടച്ചു കൊടുത്തിട്ട് ഈ ഒരു 10 മിനിറ്റ് സമയം ഒന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് 10 മിനിറ്റ് കഴിഞ്ഞ്. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിനാണ് നമ്മളിത് വാട്ടിയെടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഒരു വലിയ മൂടിൻ്റെ മുകളിൽ ഇതൊന്ന് നിരത്തിയിട്ട് 3 ദിവസമാണ് ഞാൻ വെയിൽ കൊള്ളിച്ചത്. വൈകുന്നേരം എടുത്തേക്കും, പിറ്റേ ദിവസം പിന്നെയും വെക്കും, പിറ്റേ ദിവസം പിന്നെയും വെയിൽ കൊള്ളിക്കും. അങ്ങനെ ഇത് ഒരു പാകം. പിന്നെ ഒരു ദിവസം വെയിൽ കൊള്ളിച്ചതാണ് ഇത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം കൂടി ഇത് ഉണക്കിയെടുത്ത് എന്നിട്ട് കുറച്ച് ഉപ്പിട്ടെടുക്കുക. ഭരണിയിൽ, ഗ്ലാസിൻ്റെ ഭരണിയിലിടുന്നതാണ് നല്ലത് കേട്ടോ. കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ ഇങ്ങനെ ലെയറായിട്ട് മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക, പിന്നെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സിർക്ക വിനാഗിരി ഒഴിച്ചെടുത്തിട്ട് ഒന്ന് കുലുക്കി വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിൻ്റെ മസാല നമ്മൾ റെഡിയാക്കുക. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഒരു ടേബിൾ സ്പൂണ് കുരുമുളക്, 1 ടേബിൾ സ്പൂണ് ഉലുവ, 1 ടേബിൾ സ്പൂണ് കടുക്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം, പെരുംജീരകം കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ്, നമ്മൾ എത്രയാണോ വലിയ ജീരകം എടുക്കുന്നത് അതിൻ്റെ 1/4 ഭാഗം ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതൊന്ന് വറുത്തെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കണ്ട, ഒരു മീഡിയത്തിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കണം. അതൊരു തണിയുന്നത് വരെ നമുക്കതൊന്ന് മാറ്റി വെക്കാം. അതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ, അല്ലാണ്ട് കരിഞ്ഞു പോകും. ഇതെന്നിട്ട് മാറ്റി കൊടുത്തിട്ട് ആ പാനിൽ തന്നെ 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് 1 ടേബിൾ സ്പൂണ് മാത്രം ഇട്ടാൽ മതി, കാരണം നമ്മൾ മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 1 ടേബിൾ സ്പൂണ് ഉപ്പും കൂടി മുളകിലിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒരു 2-3 മിനിറ്റ് സമയം മതി. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഈ കുരുമുളകും ഇതെല്ലാം ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. ഇത് അധികം പൊടിയണ്ട, എന്നാലോ ഒരൊത്ത പൊടിയിൽ പൊടിയണം, ഒരു ചെറിയൊരു തരിതരിപ്പ് വേണം കേട്ടോ. എന്നിട്ട് ഇത് മുളകിൻ്റെ അതിലേക്ക് ഈ മിക്സ് ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് പിന്നെ ഇതിന് വേറൊരു
സംഗതിയും കൂടി വേണം കേട്ടോ. സംഗതിയല്ല, കുറച്ച് പിന്നെ വെളുത്തുള്ളിയും വിനാഗിരിയും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ മിക്സ്, മുളകിൻ്റെ മിക്സ്, മസാലേൻ്റെ മിക്സും കൂടി ഇതിലേക്ക് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുലുക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു 3 വെളുത്തുള്ളീൻ്റെ കൂട് എന്ത് ചെയ്യുക, കുറച്ച് വിനാഗിരിയിൽ അടിച്ചെടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു സ്പൂണ് കൊണ്ട് മിക്സാക്കി കൊടുക്കുക. സ്പൂൺ ഇടുമ്പോൾ നമ്മൾ നല്ലോണം തുടച്ച് വെള്ളമില്ലാത്ത സ്പൂണ് കൊണ്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. വെള്ളം ഉണ്ടായാൽ ചിലപ്പോൾ പൂപ്പൽ വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്പൂൺ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശമില്ലാത്ത സ്പൂൺ എടുത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് പറയുന്നത്, ഞാൻ ഒരുപാട് കാലം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നതാണ്, കേടാവേ ഇല്ല. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും കുടുംബക്കാർക്കെല്ലാം കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.